ഇതാണ് എൻ്റെ റെക്കോർഡ് ചെയ്യണ സെറ്റപ്പ്. ഞാൻ ഇതുമ്മ ഒരു 3D പ്രിൻ്റ് ചെയ്ത ക്യാമറ ജിഗ്ഗ ഉപയോഗിച്ചാണ്. ഇത് മൈക്ക് ആർമാണ് കേട്ടോ, വെറുതെ 400 ആമസോൺ മൈക്ക് ആർമാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ പ്രശ്നമെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ഉള്ളിൽ എന്തോ ഒരു സിലിണ്ടറിക്കൽ സാധനമൊന്നും വന്നില്ല. വെറുതെ സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യണ സാധനമാണ്. അത് കാരണം ഇത് അധികം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് അനക്കാൻ പറ്റില്ല. ലൂസായി കിടന്ന് അവിടെ ഇങ്ങനെ ആടിക്കളിക്കും. എൻ്റെ അടുത്ത് വേറൊരു മൈക്കാർമുണ്ട്, അത് 800 രൂപയുടെ മൈക്കാർമാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല സാധനം കേട്ടോ. ഇതിപ്പോൾ ഇതിനകത്ത് തന്നെ കാണാൻ സിലിണ്ടറിക്കൽ സാധനം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് അതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ആ പാർട്ട് 3D പ്രിൻ്റ് ചെയ്യാൻ പോകണാണ്. അപ്പോൾ ഞാൻ യൂഷ്വലി ഡിസൈൻ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് ടിങ്കർ ക്യാഡാണ്. അപ്പോൾ അതിൻ്റെ പകരം ഞാൻ ഇന്ന് ഫ്രീ ക്യാഡ് ഉപയോഗിച്ച് നോക്കിയാന്ന് ആലോചിക്കണം. അപ്പോൾ അതിൻ്റെയും കൂടി ഒരു വീഡിയോ ആയിട്ട് എടുക്കണേ ഞാൻ. ടിങ്കർ ക്യാഡിൻ്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇത് പാരാമെട്രിക് സോഫ്റ്റ്വെയർ അല്ല. എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം നമ്മൾ ഡിസൈൻ ചെയ്ത് തന്നെ പിന്നെ ആ അളവ് ചേഞ്ച് ചെയ്യുമ്പോൾ ബാക്കിയൊന്നും എഫക്റ്റീവ് ഇല്ല. അങ്ങനെ തന്നെ ആ സ്കെയിൽ ഡൗൺ ചെയ്യും. പാരാമെട്രിക് സോഫ്റ്റ്വെയറിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു മോഡൽ ഡിസൈൻ ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്ത് കൺസ്ട്രെയിൻസ് ആഡ് ചെയ്തതിനാൽ പിന്നീട് നമുക്ക് ലാസ്റ്റ് നമുക്ക് വല്ല ലെങ്ത്ത് വല്ല ചെറുതായിട്ട് ചേഞ്ച് ചെയ്യണമെന്നാൽ നമുക്ക് സുഖമായിട്ട് ചേഞ്ച് ചെയ്യാം. അത് നമ്മുടെ സർക്കിൾ ഇതൊക്കെ ഒന്നും ഡീഫോം ആവില്ല, സെൻറ്റേർഡ് ആയിക്കോളെല്ലാം. പാരാമെട്രിക് സോഫ്റ്റ്വെയറിൻ്റെ ഗുണം ഇതാണ്. ഞാനിപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് ആ സിലിണ്ടർ ഒന്ന് മോഡൽ ചെയ്യാൻ പറ്റുമോ നോക്കാം. ടോപ്പ് ലെഫ്റ്റ് തന്നെ ന്യൂ സ്കെച്ച് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് തന്നെ നമുക്ക് ഏത് പ്ലെയിനാണ് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ XY പ്ലെയിൻ എടുത്താണ്. ആർമിൻ്റെ ബേസിൻ്റെ അളവ് എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ആ മറ്റേ മൗണ്ട് ചെയ്ത സ്ഥലത്തിൻ്റെ അളവ് എടുത്തിട്ടുണ്ട് ഞാൻ. ടിങ്കർ ക്യാഡിൽ പണി സിമ്പിളാണ്. ജസ്റ്റ് ഒരു സിലിണ്ടർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വേറൊരു സിലിണ്ടർ വെച്ചിട്ട് ഹോളാക്കിയിട്ട് മെർജ് ചെയ്യുക, അത്ര ഉള്ള പരിപാടി. ഇതിൽ ഞാൻ ഇപ്പോൾ ഈ സ്കെച്ച് ചെയ്തിട്ട് വേണം, എക്സ്ട്രൂഡ് ചെയ്തിട്ട് വേണം ഇത് മൈനസ് എന്തോ ചെയ്യാനായിട്ട്. അത് കറക്റ്റായിട്ട് പേരൊന്നും അറിയില്ല. ഇത് ആദ്യമായിട്ട് പോയത്. ഇപ്പോൾ സിലിണ്ടർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് പ്രിൻ്റ് അടിച്ച് നോക്കാം. സാധനം ഇപ്പോൾ ഇത് പ്രിൻ്റ് അടിച്ചാലുണ്ട്. ഇനി നോക്കാം ഇത് ഫിറ്റ് ആവുമെന്ന്. കുറച്ച് ടൈറ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഇന്നർ ഡയമീറ്റർ ഇത്തിരി കൂട്ടാൻ പോണാണ്. നേരത്തെ ഇരുന്ന് വെച്ച് 12.3 ഈ പ്രാവശ്യം ഞാൻ 12.5 കൊടുക്കാൻ പോണ്. സംഭവം ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, സുഖമായിട്ട് സ്ലൈഡ് ആവുന്നുണ്ട്. പിന്നെ ചെറിയൊരു ലൂസ് ഉണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല. അതിപ്പോൾ ആർമ ഇപ്പോൾ അങ്ങാടി ഇങ്ങാടി നീങ്ങാൻ എളുപ്പമായല്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഓക്കെ, ശരി എന്നാൽ.